എക്സിറ്റ് പോൾ കടന്നു വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയിലൊന്ന് കൈവച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ ടുഡേയുടെയൊക്കെ എക്സിറ്റ് പോളിനെ ഞങ്ങളൊക്കെ കാത്തിരുന്നതാണ്. കാരണം ഏറ്റവും കൂടുതലധികം സാമ്പിളുകൾ എടുത്തത് ഇവർ തന്നെയാണ്. അപ്പോൾ അവരുടെ നീക്കം എന്ത് എന്നറിയാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ കടന്നു വന്ന എക്സിറ്റ് പോളുകളിൽ അത്യാവശ്യമെങ്കിലും കുറച്ച് കൂറ് പുലർത്തിയത് ABP ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ളവരൊക്കെ വലിയ വീരവാദം മുഴക്കുമ്പോൾ ABP ഒരു സ്റ്റേജിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഹിന്ദി ഹൃദയഭൂമിയിലെ മാറ്റങ്ങളെക്കുറിച്ച് ഇവർ സംസാരിച്ചു. അതാണ് ഞങ്ങളെ ഞെട്ടിപ്പിച്ചത്. 29 സീറ്റുള്ള മധ്യപ്രദേശിലും 25 സീറ്റുള്ള രാജസ്ഥാനിലും 11 സീറ്റുള്ള ഛത്തീസ്ഗഡിലുമൊക്കെ ഇവർ പ്രഖ്യാപിച്ചത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം 29 സീറ്റുള്ള മധ്യപ്രദേശിൽ കോൺഗ്രസിന് വെറും 2 സീറ്റാണ് ഇവർ പറയുന്നത്. 25 സീറ്റുള്ള രാജസ്ഥാനിൽ 2-3 ലഭിച്ചേക്കാം. ഛത്തീസ്ഗഡിൽ 2 മുതൽ 4 വരെ സീറ്റ് ലഭിച്ചേക്കാം എന്നുള്ളതാണ് ഏകദേശം എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നുള്ളത്. മധ്യപ്രദേശിൽ കമൽനാഥിന്റെ മാജിക് നടന്ന ആ മാജിക്കിൽ അവിടെയുള്ള മുഴുവൻ ജനങ്ങളും, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രൈസ്തവരാവട്ടെ, ഏത് വിഭാഗക്കാരും ജാതി മത ഭേദമന്യേ കമൽനാഥ് മാജിക്കിൽ വീണു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗ്രാമീണ മേഖലകളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കർഷകർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനത്തിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളല്ല എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 29 സീറ്റുള്ള മധ്യപ്രദേശിൽ വെറും 2 സീറ്റാണ് കോൺഗ്രസിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്, എക്സിറ്റ് പോളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഇതെങ്ങനെ അത്യാവശ്യം ഒരു ചിന്താഗതിയിലുള്ള ഒരു മനുഷ്യന് ഈ കാര്യത്തെ മനസ്സിലെടുക്കാൻ വേണ്ടി സാധിക്കും? അതുകൊണ്ട് തന്നെ പറയുന്നു, മധ്യപ്രദേശിന്റെ കാര്യത്തിലും എക്സിറ്റ് പോൾ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. രാജസ്ഥാൻ എടുത്തു നോക്കാം. സച്ചിൻ പൈലറ്റിന്റെയും ഗെഹ്ലോട്ടിന്റെയും ശക്തമായിട്ടുള്ള നീക്കങ്ങളിൽ രാജസ്ഥാനിൽ ഒരു തരംഗം കോൺഗ്രസ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. 25 സീറ്റുകളിൽ പകുതി സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാൻ പറ്റുമെന്നുള്ളത് വിശ്വാസമാണ്. അത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസമാണ്. പക്ഷേ അവിടെയും കാണിക്കുന്നുള്ളത് 2 മുതൽ 3 വരെ സീറ്റ് എന്നുള്ളതാണ്. ഇങ്ങനെയൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നടത്തിയ എക്സിറ്റ് പോളിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഛത്തീസ്ഗഡിലാണെങ്കിലും എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഛത്തീസ്ഗഡിലെ നിലവിലെ സർക്കാർ ചില മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച് പല രീതിയിലുള്ള ജനസമ്പർക്ക പരിപാടിയിലൂടെ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഛത്തീസ്ഗഡിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വ്യക്തമാക്കി പറയുന്നു, ഹിന്ദി ഹൃദയഭൂമിയിൽ എക്സിറ്റ് പോളുകൾക്ക് കണക്കുകൾ തെറ്റി, അല്ലെങ്കിൽ BJP തെറ്റിച്ചു, പണം കൊടുത്ത് തെറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതിനെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും ABP ന്യൂസ് ചില കാര്യങ്ങളിൽ രാജ്യത്ത് നടന്ന ചില സംഭവ വികാസങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി, UPയിലെ ചില സംഭവ വികാസങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ആ കണക്ക് പോലും, എക്സിറ്റ് പോളിൽ ABP പുറത്തുവിട്ട കണക്ക് പോലും ശരിയായില്ല എന്നുള്ളത് 100 വട്ടം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ധാരാളം നമ്മൾ കണ്ടതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.